നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇസ്രായേലിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ മുകളിൽ കെട്ടിയിരുന്ന ആ ചുമന്ന കൊടി വെളുത്തു പാറിയിട്ടും യുദ്ധം എന്തേ ഇവർ ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ 2 മിസൈലെങ്കിലും പേരിനു വേണ്ടി ഇടണ്ടേ എന്നൊരു ലാഘവത്തോടു കൂടിയല്ല, 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒരേ സമയം ഇസ്രായേൽ മണ്ണിലേക്ക് പതിച്ചത്. പക്ഷേ കൃത്യമായുള്ള നിരീക്ഷണം, അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ കൃത്യമായ നിരീക്ഷണം ഇറാന്റെ ഈ മിസൈൽ ആക്രമണത്തെ പുഷ്പം പോലെയാണ് ഇല്ലാതാക്കിയത്. ആകാശത്ത് വെച്ച് തന്നെ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സാഹചര്യം കാണാൻ സാധിച്ചു. എന്തായാലും ഇറാന്റെ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യ വലിയ രീതിയിലുള്ള യുദ്ധഭീതിയിലേക്ക് മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒടുവിൽ 181 മിസൈലുകൾ പായിച്ചുകൊണ്ട് ഇറാൻ ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ കൃത്യമായ തിരിച്ചടി. ഇറാനെ നിങ്ങൾ കാണിച്ചത് തെറ്റ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ്, അനങ്ങാതെ മിണ്ടാതെ ഇരുന്നാൽ ഞങ്ങൾ അതുവഴി പൊയ്ക്കോളാം എന്ന് കൃത്യമായി ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് സമയം അതിക്രമിച്ചു കഴിഞ്ഞു, തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകും, കരുതിയിരുന്നു കൊള്ളുക എന്നും നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേലും സഖ്യകക്ഷികളും നൽകിയത് സമാനതകളില്ലാത്ത തിരിച്ചടി തന്നെയാണ്. അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും ഇസ്രായേലിന് പൂർണ്ണ തുണയാണ് നൽകിയത്. കൃത്യമായ നിരീക്ഷണമാണ് മിസൈലിന്റെ വരവ് ഇസ്രായേലിനെ അറിയിച്ചത്. ഇറാൻ മിസൈൽ തൊടുക്കും മുൻപ് തന്നെ അമേരിക്ക സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ സജ്ജമായിരുന്ന പടക്കപ്പൽ പ്രതിരോധവും തുടങ്ങി. പിന്നാലെ കൂടുതൽ സുഹൃത്തുക്കൾ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി വരികയായിരുന്നു. ബ്രിട്ടനും അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലിനു വേണ്ടി മിസൈൽ പ്രതിരോധം നടത്തി. അങ്ങനെ മഹാദുരന്തത്തിൽ നിന്നും ഇസ്രായേൽ രക്ഷപ്പെട്ടു. അയൺ ഡോമുകൾ ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് തന്നെ ഛിന്ന ഭിന്നമാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപണിയും കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സ്വയം പ്രതിരോധിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ UN പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഇപ്പോൾ സജീവമായി ചർച്ചയിലാണെന്നും നെതന്യാഹുവുമായി സംസാരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലബനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച 181 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. അയൽരാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് കാരണം അമേരിക്കയുടെ കരുതലാണ്. അമേരിക്ക അതിവേഗം മിസൈൽ ഓപ്പറേഷൻ അറിഞ്ഞതാണ് ഇതിന് പ്രധാന കാരണം. ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതം ഇതേ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്നാണ് US പറയുന്നത്. എന്തായാലും ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകളിൽ നിന്ന് 1 ഡസനോളം ഇന്റർസെപ്റ്റർ തൊടുത്തതായാണ് പെന്റഗൺ പറയുന്നത്. ഇറാനിൽ നിന്നു തന്നെയാണ് ഇവ തൊടുത്തത് എന്നും പെന്റഗൺ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ആക്രമണത്തെക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കയ്ക്കൊപ്പം തന്നെ ബ്രിട്ടനും പ്രതിരോധത്തിൽ ശക്തമായ പങ്കാളിയായി മാറിയപ്പോൾ ഇസ്രായേലിന് കൂടുതൽ കരുത്താണ് നൽകിയത്. ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലിൽ നിന്നാണ് ഡസൻ കണക്കിന് ഒരേ സമയം കൃത്യമായി മിസൈലുകൾ പായിച്ചത്. ഇറാനിൽ നിന്നു തന്നെയാണ് ഇവ തൊടുത്തത് എന്ന് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ആക്രമണത്തെക്കാൾ ഇരട്ടി മിസൈലുകൾ ഇത്തവണ ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുമ്പോൾ ഇത് ഇറാന്റെ അന്ത്യമായിരിക്കുമെന്ന് ആണിയടിച്ചിരിക്കുകയാണ് നെതന്യാഹു. ഇസ്രായേലിനെതിരായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തിക്തഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അമേരിക്ക പറഞ്ഞത് ഇങ്ങനെയാണ്: തീർച്ചയായും ഈ ആക്രമണത്തിന് ഇറാൻ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇന്ന് എന്തായിരിക്കും പ്രത്യാഘാതങ്ങൾ എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇസ്രായേലുമായി ചർച്ച നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചർച്ച നടത്തിയതിനു ശേഷം ഇറാൻ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള യുദ്ധമായിരിക്കും അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ചേർന്ന് ഇറാൻ നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അപലപിക്കാൻ എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം
അംഗീകരിക്കാനാവില്ല എന്നും അമേരിക്ക അറിയിച്ചു. ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയെന്നും മില്ലർ പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനെതിരായ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണങ്ങളും പ്രതികാര നടപടികളും തുടരാൻ സാധ്യതയുണ്ട്. മേഖലയിലുടനീളം ഉടനടി വെടിനിർത്തൽ വേണം. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ബോറലാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ടെൽ അവീവിലും ജെറുസലേമിലുമുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു. ഇതും ഇസ്രായേലിനെ തുണച്ചു. എന്നാൽ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കും മുമ്പ് തന്നെ തകർത്തുവെന്നാണ് വസ്തുത. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെയും പ്രധാന കമാൻഡർമാരെയും വധിച്ചതിന് പിന്നാലെ ലബനനിൽ കരയുദ്ധം തുടങ്ങിയ ഇസ്രായേൽ രാജ്യത്തുടനീളം വ്യോമ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ഇറാന്റെ ഇടപെടൽ. ലബനനിലെ ഇസ്രായേൽ ഇടപെടൽ അതിശക്തമായി തുടരുകയും ചെയ്തു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും തെക്കൻ ലബനനിലും ബക്കാവാലിയിലും ചൊവ്വാഴ്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർക്കുകയായിരുന്നു. 24 മണിക്കൂറിനിടെ 95 പേർ മരിച്ചു, 172 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു വർഷത്തോളമായി സംഘർഷത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ആക്രമണം ശക്തമാകുമ്പോൾ ഇസ്രായേൽ കരയുദ്ധത്തിന് തുടങ്ങാൻ തങ്ങളും സജ്ജമാണെന്ന് ഹിസ്ബുള്ള പറഞ്ഞെങ്കിലും ഒരു ആവിയുമില്ല, അനക്കവുമില്ല. അതിനിടെ ഇസ്രായേൽ നേരെയായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തിക്തഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അപലപിക്കാൻ എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക പറയുമ്പോൾ ഇസ്രായേലുമായി ശക്തമായി തന്നെ എല്ലാ രാജ്യങ്ങളും കൂടെ നിൽക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത വിമാനങ്ങൾ തിരിച്ചിറക്കി സ്വിസ് എയർ. മിസൈൽ ആക്രമണം ശക്തമായത് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്ക് പുറപ്പെട്ട 2 വിമാനങ്ങൾ തിരിച്ചിറക്കി. ലുഫ്താൻസയുടെ വിമാനങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ ഇറക്കി. ഇവിടെ നിന്നും ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും പോകേണ്ട വിമാനങ്ങൾ ജർമ്മനിയിലേക്ക് തിരിച്ചുവിട്ടു. സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ യുദ്ധമേഖലയിൽ ഉടനീളം യാത്ര ഒഴിവാക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം. എന്തായാലും വരും മണിക്കൂറിലും പശ്ചിമേഷ്യ ഇതുവരെ കാണാത്ത മുഖത്തിലെ കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കരയാക്രമണം ശക്തമായി തന്നെ തുടരുകയാണ്. വലിയ തോതിലുള്ള തിരിച്ചടികൾ എന്തായാലും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം പ്രയോഗിക്കുമ്പോൾ ഇസ്രായേൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇറാനിൽ അടുക്കളയിലുള്ള മിസൈൽ ഈ മൊസാദിന്റെ ചാരന്മാർ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കുവാനോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് നടത്തുവാനോ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ.